വീടുകൾ കുത്തി തുറന്ന മോഷണം. അഞ്ചൽ അഗസ്തികോട്ടും പരിസരത്തുമാണ് വ്യാപക മോഷണം നടന്നത്. ഒരു വീട്ടിൽ നിന്നും 3 പവന്റെ സ്വർണം മോഷണം പോയി. അഞ്ചൽ പുനലൂർ റോഡിൽ അഗസ്ത്യകോട് മുസ്ലിം പള്ളിക്ക് എതിർവശത്തെ 2 വീടുകളിൽ കഴിഞ്ഞ ദിവസം വീടിന്റെ മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് മോഷണം നടന്നത്. കുടുംബസമേതം വിദേശത്തുള്ള നാസറിന്റെ വീട്ടിലും സമീപത്തെ സിറാജിന്റെ വീട്ടിലുമാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാസറിന്റെ വീട്ടിലെ ചെടിക്ക് വെള്ളമൊഴിക്കാനെത്തിയ യുവതിയാണ് വീടിന്റെ കതക് കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് യുവതി നാസറിന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി നടത്തിയ പരിശോധനയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ഞാൻ 5 മണിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നപ്പോൾ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയപ്പോൾ കതവ് ഇന്ന് കിടക്കുന്നതായിട്ട് കണ്ട്. അപ്പോൾ ഞാൻ തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് പറയുകയും അവരെ വിളിച്ചുകൊണ്ട് വരികയും പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു. കതവിൻ്റെ പൂട്ട് പൊളിച്ചിട്ടുണ്ട്. പൂട്ട് പൊളിച്ചു. പിന്നെ അകത്ത് കയറി അലമാരിയിലിരുന്ന സാധനങ്ങളെല്ലാം വാരി എറിഞ്ഞ് കട്ടിലിൽ ഇട്ടേക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇച്ചിരി സ്വർണ്ണങ്ങളുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത ടെപ്പുകളെല്ലാം കട്ടിലിൽ തന്നെ വെച്ചിട്ട് സ്വർണ്ണമെല്ലാം എടുത്തുകൊണ്ട് പോയി. നമ്മുടെ സമീപപ്രദേശ വീടുകളിലെ തുടർച്ചയായി 2-3 ദിവസമായിട്ട് കള്ളൻ ഇവിടെ തന്നെ ഉണ്ട്. CCTV ക്യാമറയിൽ ഇത് കാണുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ 2 വീട്ടില് മോഷണം നടന്നു. ഇന്ന് രാവിലെ ഈ കള്ളൻ ഈ സമയത്തുണ്ടായിരുന്നായിട്ട് ക്യാമറയിലെ ദൃശ്യങ്ങൾ കാണുന്നു. അതിന് മുമ്പ് മോഷണ ശ്രമം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ദിവസവും കള്ളൻ ഈ പരിസരത്തുണ്ടായിരുന്നു. ഒരു 12 മണിക്ക് എത്തും. പിന്നെ ഒരു 5 മണിവരെയൊക്കെ ഈ പ്രദേശത്തുള്ളതായിട്ടാണ് ക്യാമറയിലെ കാഴ്ചകൾ പറയുന്നത്. വിവരമറിഞ്ഞ് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി നിയമ നടപടികൾ ആരംഭിച്ചു. സമീപത്തെ സിറാജിന്റെ വീടിന്റെ കതക് പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് അലമാരി കുത്തിത്തുറന്ന മുഴുവൻ തുണിയും മറ്റ് സാധനങ്ങളും വാരി വലിച്ചിട്ട് പരിശോധന നടത്തിയാണ് മടങ്ങിയത്. കഴിഞ്ഞ ദിവസം മാവളയിലെയും 2 വീടുകളിൽ മോഷണ ശ്രമം നടന്നു. പുലർച്ചെ അഞ്ചൽ ടൗണിന് സമീപം പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിലും മോഷണം നടന്നു. വർക്ക്ഷോപ്പ് ഉടമ ഷാനു പോലീസിൽ പരാതി നൽകി. മോഷ്ടാവിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമം ആരംഭിച്ചുവെന്ന് അഞ്ചൽ CI സാബു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.